അപ്പോൾ പ്രേക്ഷകരെ, നമ്മൾ ഇനി ഒരു കടൽ കടന്നുള്ള യാത്രയിലേക്കാണ്. ദുബായിലെ വ്യത്യസ്തമായ സമൂസ തെരുവിലേക്കാണ് ഇനി അടുത്ത യാത്ര. ബർദുബായിലെ ഒരു തെരുവുണ്ട്. ആ തെരുവിനൊപ്പം ഒരു ഓമന പേരുണ്ട്, സമൂസ തെരുവ്. വിവിധയിനം സമൂസകൾക്കായി നിരവധി കൊച്ചു കൊച്ചു കടകളുണ്ട്. അപ്പോൾ സമൂസകൾക്ക് പേര് കേട്ട ദുബായിലെ ആ തെരുവിലേക്കാണ് നമ്മൾ പോകുന്നത്. ദുബായിലെ സമൂസ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കഴിച്ചു വരാം. ഞാനിപ്പോൾ ഉള്ളത് ബർദുബായിലാണ്. ഈ ബർദുബായെ പറ്റി അറിയാത്തവരും ഇവിടെ വരാത്തവരും UAE ആരും ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ്. ദുബായിയുടെ ഹൃദയഭാഗമാണ് ഈ ഒരു ബർദുബായ്. ഇവിടെ ഈ ചുണ്ണാമ്പ് കല്ലുകൾ തീർത്ത ഭിത്തികൾക്കരികെ, പഴയ കച്ചവട സ്ഥാപനങ്ങൾക്കരികെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ ഒരു തെരുവ്, ഇതൊരു വളരെ വ്യത്യസ്തമായ തെരുവാണ്. ദുബായിൽ പക്കാവട തെരുവ് അല്ലെങ്കിൽ സമൂസ തെരുവ് എന്നാണ് ഈ ഒരു തെരുവ്, എൻ്റെ പുറകിൽ കാണുന്ന ഈ തെരുവ് അറിയപ്പെടുന്നത്. ഇതിന് ഇങ്ങനൊരു പേര് ലഭിക്കാനുള്ള കാരണമുണ്ട്. അതെന്താണെന്നോ? അതൊരു വലിയ കഥയാണ്. പറഞ്ഞുതരാം. വർഷങ്ങൾ ഒത്തിരി പുറകിലേക്ക് പോകണം. 1960കളിലാണ് തിരൂരുകാരായ ബാപ്പുട്ടി, സെയ്താലി എന്നീ രണ്ടുപേർ തുടങ്ങിയ സ്ഥാപനങ്ങളാണിവ. അന്ന് എന്ത് വിൽക്കുമെന്ന ചിന്തയിൽ നിന്നാണ് സമൂസ പോലെയുള്ള ചെറുപലഹാരങ്ങൾ നൽകാമെന്ന് ഉറപ്പിച്ചത്. പിന്നീട് ഇത്തരത്തിലുള്ള വേറെയും കടകൾ ഈ തെരുവിൽ വന്നു. അങ്ങനെ ഈ തെരുവിന് സമൂസ ഗല്ലി, പക്കാവട തെരുവ് എന്നെല്ലാമുള്ള പേര് വീണു. ഇന്നും പ്രവാസികൾക്കിടയിൽ ഈ സ്ഥലം ആ പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. കമാര് തുടങ്ങിയതാണ്. അവർ രണ്ടാളും മരണപ്പെട്ട് ഇപ്പോഴും കച്ചവടം മക്കളായിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കച്ചവടം സമൂഹത്തിൽ പക്കോടെ തന്നെ അന്നും ഇന്നും. ഇതിപ്പോൾ 55 വർഷമായി തുടങ്ങിയിട്ട്. ഇത് രാവിലെ തുടങ്ങും. ഞങ്ങൾ 7:30 മണിക്ക് തുടങ്ങിയ 14 വരെ 12 വരെ ഉണ്ടാവും. അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. അത് ഇവിടെ സമൂഹത്തിൽ പക്കോടെ ഇവിടെ നാട് എത്തോളം 5-6 ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പക്കോട കല്ലിയായി മാറി. എല്ലാ നാട്ടിലും ഉണ്ട്. എല്ലാ ഇംഗ്ലീഷുകാർ, യൂറോപ്പുകാർ, മറ്റേ ആഫ്രിക്കക്കാർ, ഇന്ത്യക്കാർ, നോർത്ത് വെസ്റ്റ് എല്ലാം വരും. എല്ലാ നാട്ടിലും വരും. എല്ലാ ആൾക്കാരും കഴിക്കേണ്ട ഓരോ സാധനമാണ്. ആളുകൾ ഈ സമൂസയും ചായയും വൈകുന്നേരങ്ങളിൽ ആസ്വദിക്കാൻ ഇവിടെ എത്താറുണ്ട്. ഈ വഴിയിലൂടെ വെറുതെ നടന്നു പോയാലും ഇതാ ഈ രീതിയിൽ പക്കവട ഇവിടുന്ന് ലഭിക്കും. ഇതെല്ലാവർക്കും ഒരാൾ ടേസ്റ്റ് കൊടുക്കാണ്ട് അവർക്ക് ഇഷ്ടപ്പെടും. ചിലപ്പോൾ അവിടെ പോയി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. തുടക്കം മുതൽ അന്ന് മുതൽ ഇട്ടാണ് ഈ ടേസ്റ്റ് കൊടുക്കല്. അതിങ്ങനെ തുടർന്നുകൊണ്ട് നമ്മളായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചായ നൽകുന്ന കപ്പിനും പ്രത്യേകതയുണ്ട്. മണ്ണുകൊണ്ടുള്ള കപ്പിലാണ് ചായ നൽകുന്നത്. ഇത് ഒരാൾക്ക് മാത്രമേ ഈ ഒരു കപ്പിൽ നൽകുകയുള്ളൂ. വേണമെങ്കിൽ ഈ കപ്പ് വീട്ടിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ വെറുതെ വേസ്റ്റിൽ കളയും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. രാത്രി 12 മണി വരെ ഈ കച്ചവടം ഇതേ രീതിയിൽ തന്നെ തകൃതിയായി നടക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇവിടുത്തെ ഈ ഒരു ആംബിയൻസിൽ ഒരു ചായയും സമൂസയും കഴിക്കുമ്പോഴുള്ളൊരു സുഖം അത് അനുഭവിച്ച് തന്നെ അറിയണം. ദുബായിലെ സമൂസ ഗല്ലിയിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.